ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഈശോയുടെ തിരുഹൃദയ തിരുനാളിൻ്റെ അന്ന് തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ അടുത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് അകലെയുള്ള സേക്രഡ് ഹാർട്ടിൻ്റെ ഒരു പള്ളിയിലേക്ക്, അവിടെ തിരുനാൾ ആഘോഷമായിരുന്നു, ഞങ്ങൾ പോയിരുന്നു. അവിടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹാഗ്നി ജ്വാലയിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ കഴിഞ്ഞു എന്നത് വലിയൊരു അനുഗ്രഹമായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ പള്ളിയുടെ മുമ്പിലുള്ള കപ്പേളയാണിത്. ഇവിടെ പള്ളിയുടെ ഉള്ളിൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വലിയ ഒരു പ്രതീകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നാണ് ആദ്യമായിട്ടിത് ഇത്രയ്ക്കും വ്യക്തമായി ശ്രദ്ധിക്കുന്നത്. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ആദ്യത്തെ അറയിൽ പരിശുദ്ധാമ്മയുടെ വിമല ഹൃദയമാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ. ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഈ അറയിൽ പരിശുദ്ധ അമ്മ നിൽക്കുന്നു. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര അതിശയവും സന്തോഷവുമായി. കുരിശ് അടയാളത്തോടു കൂടി കത്തിജ്വലിക്കുന്ന സ്നേഹാഗ്നി ജ്വാലയും ഈശോയുടെ തിരുഹൃദയവും മുള്ളുകളാൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഈശോയുടെ തിരുഹൃദയം, വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കിന് ഈശോ കാണിച്ചു കൊടുത്ത തിരുഹൃദയം. പക്ഷേ മൗറീൻ സ്വീനിക്ക് കൊടുത്ത ആ ഒരു ചിന്തയാണ്, ദർശനമാണ് ഇവിടെ കാണുന്നത്. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ആദ്യത്തെ അറ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമാണ്. അമ്മയാണ് ഈശോയുടെ തിരുഹൃദയത്തിൽ കയറിയിരിക്കുന്നത്. ഞങ്ങളപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് എന്താണ് എന്ന് നോക്കാനായി പോയി. അപ്പോൾ ആദ്യത്തെ ആ അറയിൽ ഈശോ തന്നെ ഇരിക്കുന്നുണ്ട്. അതായത് ഈശോയുടെ തിരുഹൃദയവും തൊട്ട് കാണിച്ചുകൊണ്ട്. അത് എനിക്ക് നല്ല ഒരു സന്തോഷം തോന്നി. അപ്പോൾ ഈ വിശുദ്ധർക്ക് കിട്ടുന്ന വെളിപാടുകളൊക്കെ എത്ര കൃത്യമായിട്ടാണ് ഇവിടെ അത് ചിത്രീകരിച്ച് വച്ചിരിക്കുന്നത് എന്ന് ഞാൻ ഓർക്കുകയായിരുന്നു.
കയറി ചെല്ലുമ്പോൾ തന്നെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഒരു വലിയ സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛൻ മോനാണ് ഇത് കേട്ടോ. അമ്മച്ചിക്ക് അസുഖം വന്നിട്ട് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് 4 ദിവസത്തേക്ക് വേണ്ടി വന്നതാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് ഈ തിരുഹൃദയ പള്ളിയിലേക്ക് പോയത്. ഇത് എൻ്റെ 2ാം ജന്മമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. സ്വർഗത്തിൽ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കാം എന്ന് കരുതി പോയതാണ് ഞാൻ. പക്ഷേ ഈശോ വീണ്ടും തിരിച്ച് ഈ ജീവൻ ഇവിടേക്ക് കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ്, എന്തൊക്കെയോ പദ്ധതിയിട്ട്. ഞാൻ ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. ഇവിടേക്ക് കൊണ്ടുവന്നതിനല്ല, കർത്താവിൻ്റെ പദ്ധതികൾ പൂർത്തീകരിക്കാൻ ഇത്രത്തോളമെങ്കിലും ആരോഗ്യം തന്നല്ലോ എന്നോർത്ത്. ഇനി എന്ന് കർത്താവിൻ്റെ പദ്ധതി തിരിച്ചങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ് വിളിക്കുന്നുവോ ആ സമയത്തേക്ക് ഹൃദയം ശുദ്ധമാക്കി റെഡിയായിരിക്കാനുള്ള കൃപ തരണമേ എന്ന് ഈശോയോട് ഞാൻ പ്രാർത്ഥിച്ചു. ഒരുപാട് നന്ദി പറഞ്ഞു. എന്തുമാത്രം നന്ദി പറഞ്ഞാലും മതിയാകില്ല. ഈശോയുടെ പരിശുദ്ധാത്മാവിനെ തന്നതുകൊണ്ടല്ലേ ഇത്ര വലിയ സഹനങ്ങളിലൂടെ ഈ ഒരു വർഷക്കാലം കടന്നു പോയിട്ടും ഒരിക്കലും നിരാശപ്പെടാതെ അതിനെ സ്വീകരിക്കാനുള്ള കൃപ കിട്ടിയത്. അത് പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും കരുണ ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ ദേവാലയത്തിൻ്റെ ഉൾഭാഗമാണിത്. ഇവിടെയും ഒരു വലിയ ഈശോയുടെ സ്റ്റാച്ചു ഉണ്ട്. കത്തിജ്വലിക്കുന്ന സ്നേഹാഗ്നി ജ്വാല നിറഞ്ഞു നിൽക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെ കയറ്റിയിരുത്തണമേ തമ്പുരാനെ എന്ന് ഞാൻ വിറയലോടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് യോഗ്യതയില്ലല്ലോ അങ്ങനെ പറയാനായിട്ട്. എങ്കിലും നമ്മുടെ പൊന്നി ഈശോ അത് സ്വീകരിച്ചിട്ടുണ്ടാകും. ഈ തിരുഹൃദയ തിരുനാളിൻ്റെ അന്ന് തന്നെ ഇങ്ങനെ പോകാൻ കഴിഞ്ഞത് എത്രയോ വലിയ ഭാഗ്യം എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഈശോനെ ഫോട്ടോ എടുത്താ മാമ. ഈശോയുടെ ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ ഈശോ കരയും എന്നാണ് കൊച്ചുമോള് പറയുന്നത്. അമ്മാമ്മയോട് പറയാണ് ഈശോയുടെ ഫോട്ടോകൾ എടുക്കുക, അപ്പോൾ ഈശോയ്ക്ക് സന്തോഷമാവത്രേ. ഞാൻ അവളോട് പറഞ്ഞു ഈശോയുടെ ഫോട്ടോ എടുത്തത് കൊണ്ട് ഈശോയ്ക്ക് സന്തോഷമായില്ല. ഈശോയുടെ ചിത്രം നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കണം, എന്നാലേ ഈശോയ്ക്ക് സന്തോഷമാകുള്ളൂ. ക്യാമറയിൽ പതിഞ്ഞത് കൊണ്ടൊന്നും ഈശോയ്ക്ക് സന്തോഷം വരില്ല എന്ന്. അനേകം മക്കൾക്ക് ആശ്വാസവും ആലംബവുമാണ് ഈ ദേവാലയം. കാരണം ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് എല്ലാം ഒന്ന് സമർപ്പിച്ചു കഴിഞ്ഞാൽ സമാധാനമായി. പ്രിയ സഹോദരങ്ങളെ, ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മടങ്ങി. കാരണം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇത്രയും വേഗം ഇങ്ങനെ തിരുനാളൊക്കെ കൂടാൻ പോകുമെന്ന്. സത്യം പറഞ്ഞാൽ ഇവിടെ ഈ തിരുനാൾ ആഘോഷം ഉണ്ട് എന്നറിഞ്ഞിട്ടല്ല ഞങ്ങൾ പോയത്. തിരുഹൃദയത്തിൻ്റെ ദേവാലയമാണല്ലോ, ഒന്ന് പോയി പ്രാർത്ഥിച്ച് ഹാപ്പി ഫീസ്റ്റൊക്കെ പറഞ്ഞ് പോരാമെന്ന് കരുതി വന്നപ്പോൾ ഇവിടെ ഭയങ്കര ആഘോഷങ്ങളാണ് തിരുനാളിൻ്റെ.
ഇവിടെ ഈ ദിവസങ്ങളിലാണ് ഈശോയുടെ തിരുഹൃദയ തിരുനാൾ, ഞായറാഴ്ചയാണ് തിരുനാൾ ആഘോഷിക്കുന്നത്.